എന്താണ് പാപം? പ്രിയപ്പെട്ട, ദൈവത്തിൽ ഇല്ലാത്തത് എന്തും പാപമാണ്. യേശുക്രിസ്തുവുള്ള വിശുദ്ധി, ദൈവത്തിലുള്ള വിശുദ്ധി നമ്മളില്ല. ദൈവത്തിന് ആഗ്രഹമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മോഹിക്കരുത് ഒരു നിയമം ദൈവത്തിന്റെ കൽപ്പനയിലുണ്ട്. അപ്പോൾ മോഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വിരുദ്ധമാണ്, നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ആരും നല്ലവരായിട്ടില്ല. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പാപം ചെയ്തവരാ. പ്രിയപ്പെട്ട, ഇതൊന്നും അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതുകൊണ്ട് ദൈവം പറയുന്നു, നമ്മൾ ആരും നീതിമാന്മാരല്ല, ഒരു മതവും നല്ലതല്ല, ഒരു മതത്തിലും ദൈവമല്ല. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ കൊള്ളരുതായിട്ടായി തീർന്നു, ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമത്തിന് മുമ്പിൽ ദൈവം മുഖപക്ഷമില്ലാത്തത് കൊണ്ട് അവൻ ഞാനെന്നോ നിങ്ങളെന്നോ ഇല്ല. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങൾ മരിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം നിങ്ങളിൽ പാപം കാണുന്നുവെങ്കിൽ നിന്നെ നരകത്തിലേക്ക് വിടുവാൻ ദൈവത്തിന്റെ നിയമമുണ്ട്. ആ നിയമം വിട്ട് ദൈവം ഒന്നും ചെയ്യാത്തത് കൊണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മളോട് സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം പാപം ചെയ്തല്ലയോ? ഇപ്പോൾ ഇതേവരെ കേട്ട നിയമത്തിനൊത്തവണ്ണം നമ്മളെല്ലാവരും പാപം ചെയ്തവരല്ലയോ? പാപം ചെയ്യാത്ത ഒരാൾ പോലും എന്നെ കേൾക്കുന്നവരായിട്ടില്ല. നിങ്ങളെക്കാൾ ഉപരി പാപം ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവർ ഞങ്ങള്. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്നറിയാമോ? ദൈവത്താൽ എഴുതപ്പെട്ട പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള അവന്റെ നിയമപുസ്തകത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് നരകത്തിലേക്ക് സാത്താനോടുകൂടി ഒടുങ്ങപ്പെടുവാൻ വിധിക്കപ്പെട്ടത് വഴി ഇതാ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം സ്വർഗം വിട്ട് ഇറങ്ങി വരികയാണ്. ആ അഗാധമായിരിക്കുന്ന സ്നേഹമാണ് തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുന്നു.